സ്തുതിയായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെ ഭോഷന് ബഹുമതി ഇണങ്ങുകയില്ല. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, ഭോഷന്റെ മുതുകിനു വടിയും. ഭോഷനോട് അവന്റെ വിഡ്ഢിത്തത്തിനൊപ്പിച്ച് മറുപടി പറയരുത്, നീയും അവന് തുല്യനെന്നു വരും. ഭോഷന് തന്റെ ഭോഷത്വത്തിന് തക്ക മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്ന് അവൻ വിചാരിക്കും. ഭോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത്. നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തുകാല് പോലെയാണ് ഭോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം. ഭോഷന് ബഹുമാനം കൊടുക്കുന്നത് കവിണിയിൽ കല്ല് തൊടുക്കുന്നത് പോലെയാണ്. മദ്യപന്റെ കയ്യിൽ തുളഞ്ഞു കയറിയ മുള്ളു പോലെയാണ് ഭോഷന്മാരുടെ വായിൽ ആപ്തവാക്യം. വഴിയെ പോയ ഭോഷനെയോ മദ്യപനെയോ കൂലിക്ക് നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ എയ്യുന്ന വില്ലാളി പോലെയാണ്. ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയെപ്പോലെയാണ്. ജ്ഞാനിയെന്ന് ഭാവിക്കുന്നവനേക്കാൾ ഭോഷന് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ചുഴിക്കുറ്റിയിൽ കതകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തിവെക്കുന്നു, അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ്. വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള 7 പേരേക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു. അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുന്നവനെ പോലെയാണ്. അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരംപോക്ക് മാത്രമെന്ന് പറയുന്നവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തനെ പോലെയാണ്. വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു, ഏഷണിക്കാരനില്ലാത്തിടത്ത് കലഹം ശമിക്കുന്നു. കരി കനലിനെയും വിറക് അഗ്നിയെയുമെന്ന പോലെ കലഹപ്രിയൻ ശണ്ഠ ജ്വലിപ്പിക്കുന്നു. ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷണങ്ങൾ പോലെയാണ്, അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മലിനഹൃദയം മറച്ചുവെക്കുന്ന മധുരവാക്കുകൾ മൺപാത്രത്തിന്റെ പുറത്തെ മിനുക്കുപണി പോലെയാണ്. മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു. അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത്, കാരണം അവന്റെ ഹൃദയത്തിൽ 7 മ്ലേച്ഛതയുണ്ട്. അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചുവച്ചാലും അവന്റെ ദുഷ്ടത സംഘത്തിൽ വച്ച് വെളിപ്പെടും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ തന്നെ വീഴും. കള്ളം പറയുന്നത് അതിന് ഇരയായവരെ വെറുക്കുകയാണ്. മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തിവെക്കുന്നു.